അപ്പം നമ്മുടെ സ്വന്തം നെരിമംഗലം പാലത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കുട്ടിക്കുറുമ്പീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആകെ ഉണങ്ങി വരേണ്ട ഒരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. മൂന്നാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചിത്രമുണ്ടല്ലോ, ആ ചിത്രം തന്നെ ആകെ മാറിപ്പോയി. മരങ്ങളിലേക്ക് നോക്കിയാൽ ഇലകൾ വളരെ കുറവായിരുന്നു. നമ്മൾ പോകുന്ന പ്രദേശത്ത് മുഴുവനും കരിയിലകളും അതുപോലെ തന്നെ ഉണങ്ങിയ പാറകളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും വലിയ അതിശയം എന്ന് പറഞ്ഞാൽ ചീയപ്പാറയിൽ ഞങ്ങൾ എന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഒരു തുള്ളി വെള്ളം ചീയപ്പാറയിൽ നിന്ന് താഴേക്ക് ചാടുന്നില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളെ വളരെയധികം അതിശയിപ്പിച്ചു ആ ഒരു കാഴ്ച. ഒരു തുള്ളി വെള്ളത്തിനായി ദാഹിച്ചു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് എനിക്ക് ഈ മരങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി ചീറിപ്പാഞ്ഞ് അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഇരവികുളം നാഷണൽ പാർക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരുപാട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ കാന്തല്ലൂർ പോകാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. കഷ്ടപ്പെട്ട് നമ്മൾ അവിടം വരെ ചെന്നതാണെന്ന് വിചാരിച്ചിട്ട് ഒന്നും കാണാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തു, പുള്ളി ഞങ്ങൾക്കൊരു കിടിലൻ വ്യൂ കാണിച്ചു തന്നു. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. അപ്പോൾ ആ വ്യൂവിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കിടിലൻ വ്യൂ കാണാൻ പോകണമെന്ന് മുമ്പ് നിങ്ങൾ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. അപ്പോൾ നമുക്ക് കിടിലൻ വ്യൂട്ട് കാണാൻ പോവാം. കണ്ണാമലയെ ഒരു ട്രീ ഫാക്ടറിയാണ് നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ച് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മനോഹരമായ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കിരുന്നായിരുന്നു ഫുഡ് കഴിച്ചത്. ചൂടുണ്ടായിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു. പോകുന്ന വരികളിലൊക്കെ ഒരു നീല നിറത്തിൽ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു മരത്തിൽ. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു അത് നീലക്കുറിഞ്ഞായിരിക്കും എന്നാണ്. അപ്പോൾ ഉമ്മിയോട് ചോദിച്ചപ്പോൾ ഉമ്മി പറഞ്ഞു അത് നീല കളർ വാഗമരങ്ങളാണെന്ന്. പിന്നെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ.
ചന്ദനക്കാട്ടിൽ ഓടി നടക്കുന്ന മാൻകുട്ടികളെ ഞങ്ങൾ കുറച്ചു നേരം വണ്ടി നിർത്തി കണ്ടു. വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. പിന്നെ ഞങ്ങൾ കാന്തല്ലൂരിലേക്കാണ് പോയത്. കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണിത്. വളരെ ഹൈറ്റിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. കാന്തല്ലൂരിൻ്റെ ദൃശ്യം കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞ കോളേജ് കണ്ടു. അത് കണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയപ്പോൾ ശർക്കര നിർമ്മിക്കുന്ന ഫാക്ടറി ഉണ്ട്. അവിടുത്തെ ഷുഗർ കെയിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെടിയുണ്ട്. അതെന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. അപ്പോൾ ഞാനത് ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ ഒരു പാരസൈറ്റിക് പ്ലാന്റാണ്, അത് കസ്കറ്റയാണ്. ഞാൻ എപ്പോഴോ സ്കൂളിൽ ഓൺലൈൻ ക്ലാസ് ആണെന്ന് തോന്നുന്നു പഠിച്ചിട്ടുണ്ട്. അതെനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കിഡിലൻ വ്യൂ. അങ്ങനെ ഇതൊരു പഴയ ഒരു ബ്രിട്ടീഷിലെ ഒരു സായിപ്പ് കാണുന്ന ബംഗ്ലാവാണ്. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് സുർക്കിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആരും താമസിക്കണമൊന്നുമില്ല. പക്ഷേ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇതിൻ്റെ അകമൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ബാൽക്കണീൻ്റെ അവിടെയുള്ളൊക്കെ വ്യൂ ഞങ്ങൾ കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ് കാണാൻ. അപ്പോൾ ഗായ്സ്, ഇതാണ് ആ സായിപ്പ് കിടന്നിരുന്ന മുറി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് വരുന്നത്. ഇത് കാണിച്ചു തരാം.
ഞങ്ങൾ ബാൽക്കണിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ഇറങ്ങണ വഴി ഞങ്ങൾ ഉണ്ണിക്കുട്ടനെയും അന്യനെയും കണ്ടു. അവർ വെറുതെ തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. വെറുതെ അതിലിങ്ങനെ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു അവർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ എന്ന് പറയുന്നത്. ആ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന വ്യൂ. നമുക്ക് മറയൂർ ടൗണൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് മുകളിൽ നമുക്ക് കയറേണ്ട ടെറസ് ഉണ്ട്. ടെറസിൽ നമുക്ക് കയറി നോക്കിയാൽ ഇതിനും കുറച്ചും കൂടി നല്ലൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ വെറുതെ അതിൽ ഓടിച്ചാടി നടന്ന ഉണ്ണിക്കുട്ടനെയും അന്നുവിനെയും കൊന്നുവിനെയും വിളിച്ച് ടെറസിൻ്റെ മുകളിൽ കയറി എന്നാൽ ആ വ്യൂ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി തപ്പിക്കുത്തി ടെറസിൻ്റെ മുകളിലോട്ട് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലത്തെ വ്യൂ ഒക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങി. വാപ്പിയും അങ്കിളും കുറേ എന്തൊക്കെയോ സംസാരിച്ചു. ഉമ്മി അവിടെ വീഡിയോ എടുക്കണതിൻ്റെ തിരക്കില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഓടിച്ചാടി വരുന്നു. അവിടെ നിന്ന് സ്നാക്സൊക്കെ ഇരുന്ന് തിന്നുമായിരുന്നു. അപ്പോൾ അവിടെ നല്ല കാറ്റായിരുന്നു. ഞങ്ങൾ സന്ധ്യത്തായതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിൽ കുറവുള്ളതുകൊണ്ട് തണുത്ത കാറ്റായിരുന്നു വരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അങ്കിളിൻ്റെ വണ്ടിയിൽ നിന്ന് പോന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി വാപ്പി അവിടെ ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ട് അതിൻ്റെ കൂട്ടിലേക്ക് കൈയിട്ട് വീഡിയോ എടുക്കലായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല, ഞങ്ങൾക്ക് പേടിയായിട്ട്. അപ്പോൾ അത് കണ്ട് വാപ്പി വീഡിയോ ഒക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴി ഒരു ആന ഇറങ്ങിയെന്ന് പറഞ്ഞ് വിവരം കിട്ടി. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പേടിച്ച് വാപ്പി ഇവിടെ നിർത്തട്ടെ എന്ന് ഞങ്ങളതിനെ പേടിപ്പിക്കുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വേനൽ യാത്ര. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സൈനിങ് ഓഫ്.